വില്യാപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ട്രാഫിക് നിയമം വന്നിട്ടുണ്ടല്ലോ, അത് നിങ്ങളെ അഭിപ്രായത്തിൽ എന്ത് പറയുന്നു? നിങ്ങൾ വളരെ നല്ലതാണല്ലേ. വിജയിക്കുമോ? നിങ്ങളെ അഭിപ്രായം എന്താ? വില്യാപ്പള്ളി ഇപ്പൊ ട്രാഫിക് മാറ്റിയിട്ടുണ്ടല്ലോ, നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. നമ്മളിവിടെയുള്ള ആളുകളെ നിലപാട് പോലെ ഇരിക്കും. ആളുകളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു സ്ഥലത്ത് നോ പാർക്കിംഗ് ബോർഡൊന്നും വെച്ചിട്ടില്ല. അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് പറയുന്നത്. അത് പരാജയമാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താ? വില്യാപ്പള്ളി ട്രാഫിക് മാറ്റം വിജയിക്കൂല, ഒരിക്കലും വിജയിക്കൂല. കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ മാറ്റിയിട്ട് തുടങ്ങിയിട്ട് പോയിട്ട് പിന്നീട് വീണ്ടും മാറ്റം ഇങ്ങനെ തന്നെ വന്നതാണ് അല്ലേ? അതെ അതെ, ഓക്കെ. വില്യാപ്പള്ളിയിൽ ഒരു ട്രാഫിക് മാറ്റം വന്നിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങളെ അഭിപ്രായം എന്താ? നല്ല കാര്യം തന്നെ. നല്ല കാര്യം തന്നെ. വിജയിക്കുമോ? മുന്നോട്ട് വിജയിക്കുമോ എന്നുള്ളതിന്റെ കാര്യം പറയാൻ പറ്റില്ല. ഒരിക്കലും ഇങ്ങനെ വില്യാപ്പള്ളി ട്രാഫിക് മാറ്റം വന്നിട്ട് വരകളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കണ്ടിട്ടില്ല. വരകൾ മാത്രമേ അത് ഒതുങ്ങി പോവാ ചെയ്തല്ലേ? വ്യത്യാസം നമുക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. ഓക്കെ ഓക്കെ. വില്യാപ്പള്ളിയിൽ ഇപ്പൊ ഒരു ട്രാഫിക് മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം? ഒരിക്കലും ഇങ്ങനെ മാറ്റം ഒരിക്കലും ഇങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വിജയിച്ചിട്ടില്ലല്ലോ. അത് ഒരു വരയിൽ ഒതുങ്ങല്ലേ ചെയ്തത്? തീരുമാനം എടുത്താൽ നടപ്പിലാവാൻ കുറച്ച് പ്രയാസങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതായത് ഇപ്പം തന്നെ പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇവര് എന്തിന്റെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുള്ള പോസ്റ്റർ എന്താ? ബസ് സ്റ്റോപ്പ് മാറ്റിയിട്ടുണ്ടെങ്കിലോ ഒരു ഗർഭിണിയായ സ്ത്രീകൾക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ മഴകൊള്ള സൗകര്യം ഒന്നും അവിടെ ഇല്ല. അതിന് നിങ്ങളെ അഭിപ്രായം എന്താ? ഇവിടെ ഇത് കാണുന്നുണ്ടല്ലോ, ഇതാ മേലോട്ട് ഇതിൽ കാണുന്നുണ്ടല്ലോ, ഇരിക്കാനൊരു സ്ഥലം ഉണ്ടല്ലോ, അതും അവിടെ ഇല്ലല്ലോ. അല്ല, ഇനി വേറെ ഒന്നുണ്ട്. ഇപ്പോഴത്തെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിനെക്കാളും കൂടുതൽ നല്ല ഇതാണ്. കാരണം വെച്ചാൽ അവിടെ ഷീറ്റ് ഉണ്ട്, ഇവിടെ ഷീറ്റ് ഇല്ല. ഇത് എപ്പോ പൊട്ടി പോകും. എവിടെ ഷീറ്റ് ഉണ്ട്? അവിടെ ഉണ്ടല്ലോ, ഉള്ളിക്കാരി ഉള്ളില്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫുട്പാത്തിൽ ഷീറ്റ് ഇടാനുള്ള നിയമമുണ്ട് ഇപ്പോ? ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുട്പാത്തിൽ ഷീറ്റ് ഇടാനുള്ള നിയമമുണ്ടോ? ഫുട്പാത്ത് ഷീറ്റ് ഇടുക ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അവരെ പ്രൈവറ്റ് സ്ഥാപനത്തിലാണോ പറഞ്ഞോട്ടെ? ഇനി ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് ചേലക്കാട് വടകര റോഡിന്റെ വികസനം വന്നാൽ മാത്രം ശാശ്വതമായ ഒരു പരിഹാരം. പിന്നെ വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്ലാന് ഇപ്പൊ അടുത്ത് തന്നെ നടപ്പിലാക്കേണ്ട പരിപാടിയിലാണ് പഞ്ചായത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് ഇവിടെയുള്ള പൊളിഞ്ഞുപോയി വീണിട്ട് കുട്ടിയൊക്കെ അപകടം വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പൊളിച്ചു മാറ്റിയത്. അങ്ങനെ ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാരാണ് ഈ പായ് കെട്ടിയും ഈ സീറ്റ് ഇവിടെ ഇട്ടതും. അത് പക്ഷേങ്കിൽ പഴയതാണ്, അതൊരു താൽക്കാലിക സൗകര്യമാണ്. ഇതിന് മൊത്തത്തിലൊരു സൗകര്യം ഉണ്ടാണെങ്കിൽ വടകര ചേലക്കാട് റോഡിന്റെ വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ഉണ്ടാവും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് ഈ ട്രാഫിക് മാറ്റമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. ട്രാഫിക് മാറ്റം എന്ന് വെച്ചാൽ മണിക്കൂറുകളോളം ബ്ലോക്കായി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ട്രാഫിക്കിൽ ചെറിയൊരു പരിഷ്കാരം നടത്തിയിട്ട് ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് അധികാരികളുടെ നിലപാട്. ഓക്കെ ഓക്കെ.